ഹായ് അസ്സലാം വലൈക്കും. എന്താണല്ലേ വിശേഷം? സുഖല്ലേ? അങ്ങനെ അതാ ഞാനും അയനൂസും എൻ്റെ വീട്ടിലേക്ക് പിന്നെ എത്തിട്ടോ. അപ്പൊ ഇതിന് മുമ്പ് ഞാൻ 2 മാസം നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. അപ്പൊ അതിൻ്റെ അടുക്ക് നമ്മളെ ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 വട്ടം ബത്തേരിക്ക് പോകേണ്ടി വന്നത്. അപ്പൊ തിരിച്ച് ഇന്നലെ രാത്രി ഒരു 11:30-12 ആയിണ്ടാവും ഞങ്ങൾ ഇവിടേക്ക് എത്താൻ. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ലോണിന്റെ നമ്മൾ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയില്. അപ്പൊ ജാമ്യം നിൽക്കുന്നത് ആദ്യം ഉമ്മ ജാമ്യം നിൽക്കാനും വിചാരിച്ചത്. അപ്പൊ ഓലും അങ്ങനെയാ പറഞ്ഞത്, ഉമ്മ ജാമ്യം നിൽക്കട്ടെ. അങ്ങനെ പിന്നെ ഓല് രണ്ടാമതും പറഞ്ഞു ഇങ്ങനെ എൻ്റെ കാറിൻ്റെ പേരിലാണല്ലോ. അപ്പോൾ ഞങ്ങളെ കല്യാണത്തിന്റെ സമയത്താണ്, കല്യാണത്തിന് കുറച്ച് മുമ്പാണ് ഞങ്ങള് കാർ എടുത്തത്. അപ്പൊ എൻ്റെ അഡ്രസ്സ് കാറില് ഉമ്മച്ചിനോട് പറയും. അതിനു സുധാ അവിടെ ഉണ്ട്. ഹായ് പറയാ എന്നാല്, ഹായ് പറയുന്നു. അപ്പം കല്യാണത്തിന്റെ സമയത്തതിനും കല്യാണത്തിന് മുമ്പാണ് ഞങ്ങൾ കാർ എടുത്തത്. അപ്പൊ അതിലുള്ള അഡ്രസ്സൊക്കെ ഇങ്ങോട്ടാണ് ഉള്ളത്. അപ്പോൾ ഓല് പറഞ്ഞ് കാറിലുള്ള അഡ്രസ്സിലുള്ള ആരെങ്കിലും ജാമ്യം നിൽക്കണോ. അപ്പോൾ എൻ്റെ ഒപ്പ ജാമ്യം നിൽക്കാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ഇപ്പൊ ജാമ്യം നിൽക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോലെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പോലെ ഷോപ്പിൻ്റെ ഇതുണ്ടെന്ന് തോന്നുന്നു, ലോണിൻ്റെ പോലെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞ്. അപ്പം ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെതാ ന്യൂസ് ഇത്ര ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബഹളം വെച്ച് ഓനം വെച്ച് അകത്തേക്കാക്കിയതാ. കാരണം ഇപ്പം ഞാൻ ഇരിക്കുന്ന സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ ഓന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ശരിയാവൂല, നല്ല പൊരി വെയിലല്ലേ. അപ്പം എന്തെങ്കിലും പനിയൊക്കെ പിടിച്ചാല് ആവൂല, അവനൊന്ന് കൊള്ളിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഓല് വരണം, വന്നിട്ട് ഉപ്പാൻ്റെ ഉപ്പ് കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കണം. അതിൻ്റെ അടുക്ക് ഓല് വിളിക്കാന്നാ പറഞ്ഞേ. ഇനിയിപ്പോൾ എന്താണെന്നറിയാലോ, ഓല് വിളിക്കും പോലെ കാര്യങ്ങൾ തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ അടുക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വേറൊരു കാര്യമുണ്ട്, ഒരു ന്യൂസ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിന്ന് പറഞ്ഞാല് സങ്കടമല്ല, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒന്നല്ല, നമ്മളെ വീഡിയോ കാണുന്ന ആരോ ആണ്, ഇവിടെ നാട്ടിൽ തന്നെ ഉള്ള ആരോ ആണ്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പാനെ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, ഇളയ മോളെ ഭർത്താവ് ഒഴിവാക്കിയില്ലേ, എന്നിട്ട് അവന് വേറെ കല്യാണം കഴിച്ചില്ലേ. ഓരോ പറച്ചില് കേട്ടാ തോന്നും കാക്കു വേറെ കല്യാണം കഴിച്ച് അവിടെ ആ കല്യാണത്തിന് പോയിട്ട് ബിരിയാണി തിന്ന ഒരു വർത്താനാണ് പോലും പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞ് നിങ്ങൾ പോലെ യൂട്യൂബ് ചാനലില്ലേ ഓൽക്ക്, അപ്പം നിങ്ങളൊന്ന് അതിൽ കയറി നോക്ക്, എൻ്റെ മോളോനെ ഒഴിവാക്കിക്കല്ലേ, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ അധികം വാപ്പ വർത്താനത്തിന് നിൽക്കില്ല കേട്ടോ. കാരണം വിവരക്കേട് വിളിച്ച് പറയുന്നവരോട് പിന്നെ നമ്മൾ അധികം വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എൻ്റെ വാപ്പ ഒറ്റ ഡയലോഗ് പറഞ്ഞു, ഓൽക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് കയറി നോക്കി. ഇപ്പം അറിയാം ഓൾ എവിടെ ഉള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ, നമ്മളെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നിൽക്കാറില്ല. കൂടുതൽ ഞാൻ വയനാട്ടിൽ അവിടെ നിൽക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒരു 2-3 മാസം അവിടെ നിൽക്കും. പിന്നെ അവിടേക്ക് ഞാൻ 1 മാസം 15 ദിവസമൊക്കെ നിൽക്കാറുള്ളൂ. കാരണം അത്രയും ദൂരത്തുനിന്ന് വന്ന് അപ്പോൾ കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിൽക്കണ്ടേ. അല്ലാണ്ട് സാധാരണ എല്ലാവരും കെട്ടിച്ചു വിട്ടാൽ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കും. ഞാൻ അതുപോലെ നിൽക്കുന്നില്ല. ഞാൻ ഏറിപ്പോയാൽ ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുന്തോറും അനുസരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോമ്പ് അടുപ്പിച്ച് പോവാനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഞാൻ പിന്നെ വരികയില്ല ഇങ്ങോട്ട്, കുറേ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കണ്ടിട്ടാണോ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തോരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കണ്ടും കേട്ടിട്ടും ഒരാളെ പറ്റി നമ്മളൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ ഇന്നലെ വാപ്പ അത് പറഞ്ഞപ്പോൾ വാപ്പക്കും നല്ല സങ്കടമായിട്ടോ. അപ്പോൾ
ഇല്ലാത്ത കാര്യം നമ്മളിപ്പോൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ. അപ്പോൾ അത് ഞാൻ പറയാണ്. ഇപ്പോൾ ഞാനും കാക്കും ഇനി ഒഴിവാക്കിയിട്ടുമില്ല, ഞങ്ങൾ പിരിഞ്ഞിട്ടുമില്ല. അൽഹംദുലില്ലാ ഇപ്പം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് അങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പം എല്ലാവരും ദുആ ചെയ്യുക. ഇതുവരെ പ്രശ്നങ്ങളൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കൂല, എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ കാക്കുഞ്ഞ് ഒഴിവാക്കിയിട്ടുമില്ല, കാക്ക് വേറെ കെട്ടിയിട്ടുമില്ല. അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ് നടക്കണ്ട, കാക്കുഞ്ഞ് ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിൽക്കണ്ട. ഞാൻ കുറച്ച് ദിവസം ഒന്നിച്ച വീട്ടിൽ നിൽക്കാൻ വന്നതാണ്, അല്ലാണ്ട് കാക്കുഞ്ഞ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതൊന്ന് പറയാനും കൂടിയാണ് കേട്ടോ ഞാനിപ്പം വന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഐനൂസ് ഉണ്ട് അവിടുന്ന് ബഹളം വെക്കുന്നു. അപ്പോൾ അവന് ഫോണ് വേണം, അപ്പോൾ അവന് ഫോണ് കൊടുക്കാൻ വിചാരിച്ചാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ ഐനൂസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ. ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാണ്ട് ഒരാളെ പറ്റി മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക. മാക്സിമം ഞങ്ങളെ വീഡിയോസ് ഞങ്ങളെ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്തി ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.